என்ன கத்துறீங்க? ஏன்டா திருட்டு முண்டம், சாவறதுக்கு உனக்கு வேற இடம் கிடைக்கல? என்னடா திருட்டுன்னு முழிக்கிற? ஆளை பார்த்தா தடிமாடு மாதிரி இருக்கிற. கேக்குறல்ல, பதில் சொல்டா. டேய், நீ தற்கொலை பண்ணிக்கிற என் வண்டி தானே கிடைச்சது? என்ன என்னாச்சு? டயர் ஏறி இருந்தா இந்நேரம் இவன் சட்னியா இருப்பான். அப்புறம் நான் ஜெயிலுக்கு போயிருப்பேன். அடிக்காதப்பா. ஒருத்தர் தற்கொலை பண்ணா ஏதாவது காரணம் இருக்கும். என்னன்னு கேட்போமே. ஏன் தம்பி, நீ யாரு, எங்க இருந்து வர்ற? ഞാൻ ഹരികൃഷ്ണനാണ്. ഈ ലോറിയുടെ കമ്പനിയിൽ മാനേജർ ആയിട്ട് ജോയിൻ ചെയ്യാൻ വന്നതാ. கேட்டியாப்பா? அடிக்கிறதுக்கு முன்னாடி காரணத்தை கேட்டுக்கணும். இந்த ஆளு உன் கம்பெனிக்கு புது மேனேஜர். ஐயோ, வணக்கம் சார். வணக்கம். പറഞ്ഞോളൂ. ഞാൻ മലയാളം മറന്നിട്ടില്ല. മലയാളിയാ? അയ്യോ, വെളുപ്പിന് വന്നപ്പോ മുറി കിട്ടിയില്ല. ഞങ്ങളുടെ കമ്പനിയുടെ ലോറി കിടക്കുന്ന കണ്ടപ്പോ വന്ന് നോക്കി. ഡ്രൈവർ അകത്തും ക്ലീനർ മുകളിലും ഉറങ്ങുന്നത് കണ്ടു. ഉണരുമ്പോ ഇതിൽ തന്നെ കയറി ഓഫീസ് ചെല്ലാലോ എന്ന് വിചാരിച്ച അതിന് അടിയിൽ കയറി കിടന്നത്. ആകെ അബദ്ധായി. ഒരു ടീ? അയ്യോ വേണ്ട, ജീവൻ തിരിച്ചു കിട്ടിയില്ല അണ്ണാച്ചി, അത് മതി. രണ്ടാം ജന്മാണെന്ന് കരുതിയാ മതി. ചായ കുടിക്കേ, ഒന്ന് ചൂടാവട്ടെ. കാണാൻ ഇത്തിരി ഭംഗിയും ചുവപ്പൊക്കെ ഉണ്ടല്ലോ. ആ സമയത്ത് എന്തിനാ ലോറിയുടെ അടിയിൽ കിടന്ന് ജീവിതം കളയുന്നത്? നാട് വിട്ടു പോന്നാ? ഞാൻ കുട്ടൻ നായർ, ചങ്ങനാശ്ശേരിക്കാരനാ. ഇത്തിരി സംഗീത കമ്പുണ്ടായിരുന്നു, തകില് കൊട്ടു. എന്റെ 17ാമത്തെ വയസ്സില് ഇവിടെ ഒരു അമ്പലത്തിൽ കച്ചേരിക്ക് വന്നതിന് ശേഷം പിന്നെ തിരിച്ചു പോയിട്ടില്ല. ഇവിടെ അങ്ങോട്ട് കൂടി. സംഗീതാവുമ്പോ ഇത്തിരി ശൃംഗാരൊക്കെ ഉണ്ടാവുമല്ലോ. ആ ശൃംഗാരത്തിന്റെ കലാശക്കൊട്ടാണ് സ്ത്രീ രൂപത്തിൽ അവിടെ നിന്നത്. രാവിലെ ഒരു കുളി നിർബന്ധമാണെങ്കിൽ അടുത്ത് പൈപ്പുണ്ട്. ഇനിയിപ്പോ എന്തിനാ ഒരു മുറി എടുക്കണേ? ഇവിടത്തെ വെള്ളത്തിൽ സോപ്പും പതയുന്നില്ലല്ലോ. മോളെ, വടക്ക് ഭാഗത്ത് ഒഴിച്ചിട്ടിരിക്കുന്ന മുറി വാടകയ്ക്ക് വരുമെന്ന് അവൻ ചോദിച്ചു. ഞാൻ എന്താ പറയാ? അത് വാടകയ്ക്ക് വേണോന്ന് അച്ഛൻ തന്നെയല്ലേ അങ്ങോട്ട് ചോദിച്ചത്. പിന്നെ എന്തിനാ എന്റെ ഒരു സമ്മതം? അല്ല, അത് அந்த ஆடு എനിക്ക് ഇവിടുത്തെ சாமி ഒന്ന് കാണണം. ഏരിയ മാനേജർ சாமி. நான் தான் அந்த ஏரியா மேனேஜர் சாமி. இந்த ஏரியா எல்லாமே என் கையில தான். ഗുഡ് മോർണിംഗ് സാർ. ഞാൻ ഹരികൃഷ്ണൻ. പുതിയ മാനേജ്മെന്റ് ട്രെയിനി ആയിട്ട് പോസ്റ്റിംഗിന് വരുന്നത് ഞാനാ. இந்த ஊர்வலம் கூட தானே വന്നത്. മരിച്ചതാര്? അതെന്റെ വളരെ അടുത്തൊരു ബന്ധുവല്ലേ സ്വാമി. ജോയിൻ ചെയ്യേണ്ട ദിവസം ആയതുകൊണ്ടേ അനുഗ്രഹം ഒന്ന് വിട്ടതാ. தள்ளு 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 தள்ளு. அடே மாணிக்கம், யாரடா செத்து போனது? என்ன சாமி உங்களுக்கு தெரியாதா? நம்ம ராமநாதபுரத்து எம்பி இல்ல, அவரோட அப்பா தானே செத்து போனவரு. அவருக்கு சொந்த ஊரே இதானங்க. அப்படியா? ராமநாதபுரம் எம்பி உனக்கு யாரு தம்பி? പിന്നെ അവർക്ക് വലങ്കയ്യേ ഞാനല്ലേ സ്വാമി. அப்படியா? அந்த கைய கொஞ்சம் நான் பிடிக்கட்டும். തീർന്നോ? ഇല്ല, കുറച്ചുകൂടെ. எங்கடா அந்த தேவிடமாவ? ஏண்டா அவளத்தை பத்தி பேசுனவ நீதானே? அவ அப்ப கைய வச்ச கவுண்டர் தான். இனிமே பவுன் நினைப்பியாடா? இனிமே பவுன் பேர சொல்லுவியாடா? വാ.
സാർ ഇങ്ങോട്ട് സാർ ഇങ്ങോട്ട് പറയട്ടെ സാർ ഇങ്ങോട്ട് താൻ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? അവരെല്ലാം കൂടി അവനെ തല്ലി കൊല്ലും. അതിന് സാറിനെന്താ? അവർ കൗണ്ടറിന്റെ ആൾക്കാരാ, അതിൽ ഇടപെട്ട കുഴപ്പമാ. இனிமே தப்பு பண்ண மாட்டேயா. அவழத்தை நினைச்ச நெஞ்ச பொழந்துரு. மாமா, இந்த பையல காப்பாத்துறதுக்கு ஒருத்த வந்தான். அவனையும் ஒரு கை பாத்துருவோமா? எங்கடா அவன்? വേണ്ട സാറേ, കൗണ്ടർ അടുത്തേക്ക് പോകരുത്. തെറ്റ് ചെയ്തത് അവനല്ലേ, അടി അവൻ കൊള്ളട്ടെ. എടോ വേണ്ട സാറേ. തറവാട്ടിലെ കുളത്തിൽ ചാടി മറിഞ്ഞ് കുളിച്ച് ഇവിടെ ഈ കുഴലിന്റെ ചോട്ടിലിരിക്കുമ്പോ ഒരു മനപ്രയാസം ഉണ്ടാവൂലേ? ഏയ്, ഇതൊക്കെ ഒരു അനുഭവല്ലേ? അനുഭവമൊക്കെ തന്നെയാ. എന്നാലും ഇന്ന് മാരിമുത്തുവിന്റെ കൈകൊണ്ട് കിട്ടിയപ്പോൾ അനുഭവം ഇനി വേണ്ട. 30 വർഷമായിട്ട് പെരിയ കൗണ്ടർ അറിയുന്നുണ്ട് പറയാ. തിരിച്ച് നാട്ടിൽ ചെല്ലുമ്പോ എണ്ണ തേച്ച് കുളിക്കാൻ തല കാണില്ല. അറിഞ്ഞും കണ്ടൊക്കെ നിന്നാ കുടിച്ച അമ്മിന്റെ പാല് വയറ്റി കിടക്കും. അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ആ മാരിമുത്ത് തല്ലുന്നതിന്റെ ഇടയ്ക്ക് പവിഴം പവിഴന്ന് വിളിച്ചു പറയുന്നത് കേട്ടല്ലോ. കൗണ്ടർക്ക് എന്താ രത്നത്തിന്റെ ബിസിനസ്സാ? അല്ല, ഈ പവിഴം മരതകം മാണിക്കുന്നൊക്കെ പറയുന്ന രത്നങ്ങളല്ലേ? നേരാ, കൗണ്ടറയിൽ രത്നമുണ്ട്. രത്നം എന്ന് പറഞ്ഞാൽ തനി പവിഴം, നല്ല ഒറിജിനൽ. പലരും മനസ്സിൽ വില പറഞ്ഞ് മോഹിച്ചു നോക്കിയതാടോ, ഒത്തില്ല. പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടിയതാ? ഏയ്, കൗണ്ടർ ഒറ്റയ്ക്ക് കുഴിച്ചെടുത്തതാ. കുഴിച്ചത് കൗണ്ടർ, രത്നം എടുത്ത് മടിയിൽ വെച്ചു കൊടുത്തത് കൗണ്ടർ. എന്ന് വെച്ചാ ഒരേ ഒരു പ്രസവം, ഒരേ ഒരു മോള്. അവളാണ് പവിഴം. കാണാൻ പറ്റുമോ? നല്ല അടി നാട്ടിൽ കിട്ടില്ലേ? ഇവിടുന്ന് തന്നെ വേണോ? വെറുതെ ഒന്ന് കാണാനാ. എന്നാ അടുത്ത വെള്ളിയാഴ്ച കൗണ്ടറുടെ വീട്ടിലൊരു ആഘോഷമുണ്ട്. അയാളുടെ ജന്മദിനം. എന്റെ തകിൽവായന കേൾക്കുകയും ചെയ്യാം, നിനക്ക് അവളെ കാണുകയും ചെയ്യാം. എന്താ? 85. അവൻ വരുമ്പോഴേ ഞാൻ തീരുമാനിച്ചാ ഇവിടെ എന്തെങ്കിലും സംഭവിക്കുന്നു. അത് ഇങ്ങനെ കഴിഞ്ഞ് നമ്മുടെ ഭാഗ്യം. നീ ഇന്നലെ കൗണ്ടറെ തിരുവഴയ്ക്ക് കയറി പാടിയതും നിന്റെ കൂടെ പവിഴം ആടിയതും ഒന്നും അവന് പിടിച്ചിട്ടില്ല. ഇനി നിന്നെ വഴിയിലെങ്ങാനും വെച്ച് കുത്തുവെന്നാ എന്റെ പേടി. എന്നെ കുത്തിയാൻ വിവരം അറിയും. പി കയറ്റിയുടെ ലോറി ഞാൻ കയറ്റും.